ഭൂമി കുംഭകോണത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരെ വ്യാപക പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് ഡിവൈഎഫ്ഐ. പുറത്തുവന്നത് ആരോപണം മാത്രമല്ലെന്നും കർഷകരിൽ നിന്നും ചുളുവിലേക്ക് ഏക്കർ കണക്കിന് ഭൂമി തട്ടിയതിന് തെളിവുകളാണെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. വലിയ അഴിമതി നടത്തിയ പെരുംകള്ളനെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കുമെന്നും മാധ്യമങ്ങളെ വിരട്ടാൻ പുറപ്പെട്ടാൽ ജനകീയമായി നേരിടുമെന്നും VK സനോജ് പറഞ്ഞു. അർജുൻ കല്ലിന് തയ്യാറാക്കിയ റിപ്പോർട്ട് കണ്ടു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കർണാടകയിൽ നടത്തിയിട്ടുള്ള വലിയ ഭൂമി കുംഭകോണത്തിന്റെ വാർത്തകൾ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് ഇടയാക്കുകയാണ്. ഡിവൈഎഫ്ഐ ജില്ലാ കേന്ദ്രങ്ങളിലുള്ള പ്രതിഷേധങ്ങൾ കഴിഞ്ഞു. സംസ്ഥാനത്ത് എല്ലായിടത്തും ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി VK സനോജ് നമ്മളോടൊപ്പം ചേരുക. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് തന്നെയാണ് ഡിവൈഎഫ്ഐ തയ്യാറെടുക്കുന്നത്. പിന്നെ ഇതൊരു ആരോപണം മാത്രമല്ലല്ലോ, ഇത് വളരെ കൃത്യമായ തെളിവുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അതായത് കർണാടകയിലെ സാധാരണ കർഷകരിൽ നിന്ന് ചുള്ളുവിലക്ക് ഏറ്റെടുത്ത ഭൂമിയാണ്. അത് ഏറ്റെടുത്ത് കിട്ടാൻ കാരണം എന്ന് പറഞ്ഞാൽ കർണാടക ഗവൺമെൻറ് അവിടെ വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, തൊഴിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിച്ചത്. പക്ഷെ ഇപ്പോൾ ആ ഭൂമി എവിടെ എന്താവശ്യത്തിന് ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ട് രാജീവ് ചന്ദ്രശേഖരൻ മുതലാളി, അയാളത് 313 കോടിക്കാണ് മറച്ചു വിറ്റത്. ഈ ഭൂമി കുംഭകോണം, ഈ അഴിമതി, ഈ പെരുങ്കളനെ തുറന്നു കാട്ടുന്ന ശക്തമായ പ്രതിഷേധങ്ങൾ ഇത് തുറന്നു കാട്ടിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. സത്യത്തിൽ ഈ പറയുന്ന ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്രസമ്മേളനത്തിൽ ചോദ്യം ഉൾപ്പെടെ ചോദിച്ചപ്പോൾ അതിനൊന്നും മറുപടി പറയാതെ പോകുന്ന ഒരു BJP സംസ്ഥാന അധ്യക്ഷൻ, ഒരു ആരോപണം ഉയരുമ്പോൾ അതിൽ വസ്തുത ഇല്ല എന്നെങ്കിലും പറയാൻ, ഇല്ല എന്നുള്ള മറുപടിയാണുള്ളതെങ്കിൽ അതുപോലും പറയാൻ തയ്യാറാവുന്നില്ല എന്നതും വളരെ ഗൗരവമുള്ള കാര്യം തന്നെ. BJP സംസ്ഥാന അധ്യക്ഷൻ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടും പ്രത്യേകിച്ച് ചില മാധ്യമങ്ങളോട് കാണിക്കുന്ന സമീപനമുണ്ട്. കേരളത്തിലെ ഒരു മാധ്യമത്തെയും വിരട്ടി നിർത്താൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. കേരളത്തിലെ മാധ്യമങ്ങളെ പത്രസമ്മേളനങ്ങളിൽ നിന്ന് പുറത്താക്കിയിട്ട് അദ്ദേഹത്തിന് സുഖമായി കേരളത്തിൽ കൂടി നടക്കാമെന്ന് ധരിക്കേണ്ടതില്ല. തെരുവിലും DYFI ശക്തമായി പ്രതിഷേധവുമായിട്ടുണ്ടാകും. എന്തായാലും ശക്തമായ പ്രതിഷേധങ്ങൾക്ക് വേദിയാകും എന്നുള്ളത് തന്നെയാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി VK സനോജ് വ്യക്തമാക്കുന്നത്. ഈ കുംഭകോണം അന്വേഷിച്ച് സമഗ്രമായ ഒരു അന്വേഷണത്തിലൂടെ കൃത്യമായ രീതിയിൽ പാവപ്പെട്ട കർഷകർക്ക് നഷ്ടമായ ഭൂമി അവർക്ക് തിരികെ ലഭിക്കാനുള്ള നടപടി ഉണ്ടാവണം, കൊള്ളക്കാരെ കണ്ടെത്താൻ വേണ്ടി കഴിയണമെന്നുള്ളതാണ് VK സനോജ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ഉർവശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.